അവർ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇട്ടത്. ലഞ്ച് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ മിനി ഊട്ടിക്കാണ് കേട്ടോ. അപ്പം ലോങ് ട്രിപ്പൊന്നും അടിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള സ്പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അവർ ഊട്ടിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഒന്നും കൂടി വലുതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുള്ളി മഴ തന്നെ ആണ്, എന്നാലും നല്ല മഴ തന്നെ ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ബേബീസിനൊക്കെ ഇങ്ങനത്തെ ഓരോ ഗെയിംസിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഗെയിംസും മാക്സിമം അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടു. അപ്പോൾ അന്നു ബേബിക്കും അസിമോളും അവരൊക്കെ ഈ പൂളിൽ വണ്ടിയിൽ കയറണുണ്ട്. അപ്പോൾ അവർക്കും കയറണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈ അരികത്ത് മാത്രം വെച്ചിട്ട് അവരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു ഗെയിംസിലും പിന്നെ ഈ സംഭവം നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെ ഇറങ്ങാൻ തന്നെ കൂട്ടാക്കൂല, പിന്നെ അതിൽ തന്നെ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഏതായാലും അത് കുറച്ച് സമയം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ വേറെ ബേബീസൊന്നും ഉണ്ടാകുന്നില്ല, അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാമായിരുന്നു. പിന്നെ ഇതിലും കുറേ ഗെയിംസിലൊക്കെ കയറിയിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ബേബീസ് ആയതിനു ശേഷം ഈ മിനി ഊട്ടി ഇങ്ങോട്ടേക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊന്നും വന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്നില്ല. കാരണം നമ്മൾ ബേബീസ് ചെറുതും പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രാവലിങ് ഭയങ്കര റിസ്ക് ആണല്ലോ. റോഡൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ ബൈക്കുമലൊക്കെ വരൽ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അവിടുന്ന് പിന്നെ കുറേ ഗെയിംസിലൊക്കെ കയറിയതിന് ശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നല്ല ബൈക്ക് ഉണ്ടായിരുന്നു, ഇതിലൊക്കെ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വൈബ്സ് ചെയ്ത് കളയുന്നുണ്ട്, എന്നാലും നടക്കുമ്പോൾ ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിമ കയറിയ പിന്നെ പറയണ്ടല്ലോ, കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു റീൽസിൻ്റെ അപാരതകളാണ്. അപ്പം അത് പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കുറേ സമയം അതിമ സ്പെൻഡ് ചെയ്തിട്ടു. നമ്മൾ ഇതിൽ വന്നപ്പം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സിപ്പ് ലൈനിൽ കയറി. ഇത് ഫാമിലി ആയിട്ട് കയറുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ സിംഗിളായിട്ടും കയറിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫാമിലി ആയിട്ട് നമ്മളും പിന്നെ ഒരു ഫാമിലി ആയിട്ട് അവരും കയറി. ഇതിൽ 6 ആൾക്കാർക്കാണ് പോകാൻ പറ്റുക. പിന്നെ ഒരാൾ അവരെ അതിൻ്റെ അത് മാനേജ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാട്ടർ തെറാപ്പിയിൽ ഫിഷ് തെറാപ്പിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വലിയ കോളായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറിയത്. പക്ഷെ കയറിയപ്പോഴാണ് ഇട്ടറിഞ്ഞത് ഇത് ഭയങ്കര പൊല്ലപ്പം എല്ലാ ഫിഷും കൂടെ വന്നിട്ട് നമ്മളെ കാലിക്കിലേക്ക് ഒരു വഴിവാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ബേബി അതൊക്കെ കണ്ടിട്ട് പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റാ.